UGC തുല്യതാ ചട്ടങ്ങൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ചട്ടങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ അവ്യക്തതയുണ്ടെന്നും അവ ദുരുപയോഗത്തിന് സാധ്യതയുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. തുല്യതാ ചട്ടത്തിന് എതിരായ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഈ തുല്യതാ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ അച്യുതൻ, അതിനിടയിലാണല്ലോ കോടതി ഇടപെടൽ. വിവരങ്ങൾ അച്യുതൻ. ഉന്മേഷ്, ഈ 2026 UGC തുല്യതാ ചട്ടങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഈ ചട്ടങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സംവരണ വിഭാഗത്തിന് അവർക്ക് നേരെയുള്ള ജാതി വിവേചനത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ക്യാമ്പസുകളിൽ കമ്മിറ്റികൾ രൂപീകരിക്കണം, അതിലൂടെ പരിഹാരം കാണണമെന്നുള്ള ആ ചട്ടങ്ങൾ, അതിൽ പ്രത്യേകിച്ച് ജനറൽ വിഭാഗം വലിയ രീതിയിലുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു. കാരണം ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നതായിരുന്നു അവരുടെ ആശങ്ക. സുപ്രീം കോടതിയിലേക്ക് വന്നപ്പോഴും സുപ്രീം കോടതി ഇതിൽ നിരീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ചില അവ്യക്തതകൾ ഈ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം തിരിച്ചാണ്, അതിൽ ജനറൽ വിഭാഗത്തിന് നേരെയാണ് അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്ന ചോദ്യങ്ങൾ ഇന്ന് സുപ്രീം കോടതി ഉന്നയിക്കുക ഉണ്ടായി. ചട്ടങ്ങൾ ദുരുപയോഗത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ നിരീക്ഷിച്ചു. ഇന്ത്യയുടെ ഐക്യം പ്രതിഫലിക്കേണ്ട ഇടങ്ങളാണ് ക്യാമ്പസുകൾ എന്നതും കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി UGC ചട്ടങ്ങൾ, ഇപ്പോൾ 2026 ചട്ടങ്ങൾ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. മാർച്ച് 19 കേസ് അടുത്ത് പരിഗണിക്കും. അതുവരെയായിരിക്കും സ്റ്റേ കാലാവധി തുടരുക. അതുവരെ 2021 ചട്ടങ്ങളായിരിക്കും തുടരുക എന്നും കോടതി അറിയിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുതെന്നും കോടതി പറഞ്ഞു. തെറ്റായ ദിശയിലേക്കാണോ പോകുന്നതെന്ന് കേന്ദ്രത്തോട് കോടതി ചോദിക്കുകയുമുണ്ടായി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.